ബീഹാറിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടുന്ന അവസ്ഥയിലേക്ക് ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ 3 പാർട്ടികളാണ്, CPI, 3 പാർട്ടികളും കൂടി. ലെഫ്റ്റ് പാർട്ടികൾക്ക് 8 സീറ്റുകൾ കിട്ടുമ്പോൾ കോൺഗ്രസിന് 6 സീറ്റുകൾ എന്ന അവസ്ഥയിലേക്ക്. കഴിഞ്ഞ തവണ 19 കിട്ടിയതെങ്കിൽ അതിൽ 3-1 ചുരുങ്ങുന്നു. 3-1 കോൺഗ്രസ് ചുരുങ്ങുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം വന്നത് കോൺഗ്രസിന് ശേഷം വന്നതിനെ കുറിച്ച് ഡോക്ടർ അരുൺ പറഞ്ഞല്ലോ. അന്ന് ജയപ്രകാശ് നാരായണൻ ഇന്ദിരാഗാന്ധിക്കെതിരെ പോരാടാനായിട്ട് തെരഞ്ഞെടുത്ത ശിഷ്യന്മാരുണ്ടല്ലോ, 4 പേര്, ലാലു, നിതീഷ്, രാംവിലാസ്, സുശീൽ കുമാർ മോദി. ഇതിലിപ്പോൾ 3 ശിഷ്യന്മാരുടെ പാർട്ടികൾ ഒന്നിച്ചാണ്. 3 ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ BJPയും LJPയും JDUവും ഒന്നിച്ച് നിൽക്കുന്നു. അവർ നേട്ടമുണ്ടാക്കുന്നു. 85, 76, 22 അതാണ് അവരുടെ പോൾ ഫിഗേഴ്സ്. മറുഭാഗത്ത് ലാലു കോൺഗ്രസിന്റെ പക്ഷം ചേർന്നു. കയ്യിലുണ്ടായിരുന്ന 75 നിന്ന് 34 നേരെ പകുതിക്കും താഴേക്ക് ചുരുങ്ങേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ വിജയം വന്നത് ജയപ്രകാശ് നാരായണനെ ജയിലിലടച്ച കോൺഗ്രസിന്റെ പരാജയം വന്നത് ജയപ്രകാശ് നാരായണനെ ജയിലിലടച്ച കോൺഗ്രസിന്റെ ഒപ്പം പോയ ലാലുവിനാണ്. അത്രയേ ഉള്ളൂ. 190 ആയിരിക്കുന്നു NDA 190. പക്ഷേ ജയപ്രകാശ് നാരായണന്റെയും റാംമനോഹർ ലോഹിയുടെയും പൊളിറ്റിക്സ് അല്ല BJPയുടെ രാഷ്ട്രീയം. രണ്ടും വികസനമുണ്ടല്ലോ. വികസനം മാത്രമല്ല, അവർ പറഞ്ഞ ടോട്ടൽ റെവല്യൂഷൻ ആണ് ജയപ്രകാശ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ഒരിക്കലും BJPക്ക് പിൻപറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ പ്രശ്നം അവിടെയല്ല. അവിടെ അവസരവാദ രാഷ്ട്രീയം തന്നെയാണ് നിതീഷ് കുമാർ കളിച്ചത്. അധികാരം എവിടെയുണ്ടോ അവിടേക്കാണ് പോയത്. അതല്ലെങ്കിൽ എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ജനതാ പാർട്ടിയിൽ നിന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് മാറി സമതാ പാർട്ടിയിലേക്ക് നേരിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കി ഇറങ്ങിയിട്ട് ജനതാദൾ യുണൈറ്റഡ് ഉണ്ടാക്കി ഇറങ്ങിയിട്ട് BJPക്കൊപ്പം പോകുന്ന രാഷ്ട്രീയം വ്യത്യസ്തമായ രാഷ്ട്രീയം. പക്ഷേ ഇപ്പോൾ ഇവരുടെ ആ ഒരു പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് അല്ലെങ്കിൽ ഇവരുടെ ഒരു വികസന രാഷ്ട്രീയം അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അല്ല, ജനങ്ങളിലേക്ക് ജനക്ഷേമ പദ്ധതികൾ കൊണ്ടുവരാൻ JDUവിന് സാധിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായി പറഞ്ഞു പഴകിയ ജാതി തന്ത്രം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. കേന്ദ്രത്തിൽ ഉള്ള സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ബീഹാറിന് വേണ്ടിയുള്ള പാക്കേജുകൾ, ബീഹാറിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഒഴുക്ക്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് ഏറ്റവും ഗംഭീരമായി ചെയ്തിരിക്കുന്നത്. അവിടെ ആകെ വിട്ടുനിന്ന് 2 വിഭാഗം, യാദവ വിഭാഗവും മുസ്ലിം വിഭാഗവുമാണ്. ഇക്കുറി ആ യാദവ വിഭാഗത്തിലേക്ക് കൂടി BJPക്കും മുസ്ലിം വിഭാഗത്തിൽ കൂടി JDUവിനും കടന്നു ചെല്ലാൻ സാധിച്ചു. യഥാർത്ഥത്തിൽ അങ്ങനെ പോകുന്നതേയല്ല. മുസ്ലിം വോട്ടുകൾ പരമ്പരാഗതമായി കോൺഗ്രസിന്റെയും RJDയുടെയും വോട്ട് പെട്ടികളിൽ വീഴുമ്പോൾ യാദവ വോട്ടുകളിൽ ഒന്നും തന്നെ JDUയിലേക്ക് പോകുന്നതല്ല. പക്ഷേ ആ യാദവ വോട്ടുകളും BJP സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. മുന്നോക്ക വിഭാഗത്തിലെ വോട്ടുകളും സ്വന്തമാക്കിയിരിക്കുന്നു. അങ്ങനെ ജാതി സമവാക്യങ്ങളിലാണെങ്കിലും റീജിയണൽ സമവാക്യങ്ങൾ നോക്കൂ. സീമാഞ്ചൽ പോലൊരു മേഖലയിൽ, മഗധ പോലുള്ള മേഖലയിൽ, മിഥിലാഞ്ചൽ പോലെയുള്ള മേഖലയിൽ, കോസി പോലുള്ള മേഖലയിലൊക്കെ NDAയുടെ തേരോട്ടമാണ്. ഒരിടത്തും വ്യക്തമായ ആധിപത്യം ഇല്ല എന്നർത്ഥം. അതായത് യുവാക്കളെ കണ്ടിറങ്ങിയ പാർട്ടിക്ക് കഴിഞ്ഞ തവണത്തേനേക്കാൾ പകുതി വോട്ടേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. ലാലു പ്രസാദ് യാദവിന്റെ 2 മക്കളും പിറകിലാണ്. അതിൽ തേജ് പ്രതാപ് യാദവ് 10,000 വോട്ടുകൾക്കാണ്. 4ാം സ്ഥാനത്താണ്. തേജസ്വി 3000 വോട്ടിന് പിന്നിൽ. തേജസ്വി എങ്ങനെയാണ് ഇത്രയും പിന്നാക്കം പോയതല്ലേ? തേജസ്വിയുടെ ഒരു ബലത്തിലായിരുന്നു നേരത്തെ RJD മുന്നിൽ കയറിയിരുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ യാദവ വോട്ടുകൾ സ്പ്ലിറ്റായി എന്നുള്ളത് ക്ലിയർ ആണ്. ജൻസുരാജ് പാർട്ടി കടന്നു കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന് നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത് ഒവൈസിയാണ്. 190-49. സീറ്റുകളിലാണ് മുന്നേറ്റം കാണിച്ചിരിക്കുന്നത്. 3 കഴിഞ്ഞ തവണ ഒവൈസിക്ക് 5 സീറ്റുകൾ കിട്ടി അല്ലേ? അസുലി ഒവൈസി കഴിഞ്ഞ തവണ വലിയ സ്പോയിലർ ആയിരുന്നു. 5 ആയിരുന്നെങ്കിൽ ഇത്തവണ 3ലേക്ക് മുന്നേറുന്നു, 3 മാറിയിരുന്നു. അപ്പോൾ സ്പോയിലർ ആയിട്ടുണ്ടെന്ന് സംശയം ഇല്ല. ലെഫ്റ്റ് 8, CPI, CPM, CPML 8 ഇടങ്ങളിൽ ലീഡ് ചെയ്യുമ്പോൾ കോൺഗ്രസ് 6 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. BJP 85 ഇടങ്ങളിലും JDU 76 ഇടങ്ങളിലും ലീഡ് ചെയ്യുന്നു. മൊത്തം 190 ഇടങ്ങളിൽ NDA സഖ്യം ലീഡ് ചെയ്യുകയാണ്. വലിയ നമ്പറിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ച് 4 മണിക്കൂറിലേക്ക് എത്തുമ്പോഴേക്കും വലിയ രീതിയിലുള്ള മാറ്റമാണ്. 500 കിലോ ലഡു, 5 ലക്ഷം രസഗുള, 50,000 പേർക്ക് സദ്യ. ബീഹാറിൽ ആഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ് NDA എന്നുള്ള വാർത്ത കൂടി വരുന്നു. 1.5 ലക്ഷം പേർക്ക് ബീഹാറിൽ സദ്യ ഒരുക്കുകയാണ് NDA, വിഭവങ്ങൾ ഒരുക്കുകയാണ് എന്നുള്ളതാണ്. ബീഹാർ കൈപ്പിടിയിലാകുന്നു എന്നുള്ളതൊരു വലിയ രാഷ്ട്രീയ നിക്ഷേപമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. ഇതൊരു ചെറിയ പരാജയമല്ല എന്നുള്ളതാണ് മഹാഗഠബന്ധനെ ഏറ്റവും പ്രതിസന്ധിയിലാക്കുന്നത്. തിരിച്ചടി ലോക്സഭ നിശ്ചയിക്കുന്ന ഒരു ഫലമാണ് സ്മൃതി. അതാണ് BJPയെ സന്തോഷിപ്പിക്കുന്നത്. ഒറ്റക്കക്ഷിയായിട്ട് വരുന്നത് BJP ആണ്. നോക്കൂ, ഇവിടെ ഏറ്റവും ഒറ്റക്കക്ഷിയായിട്ട് വരുന്നത് 85 സീറ്റുകൾ ആയി വരുന്നത് BJP ആണ്. ഉപമുഖ്യമന്ത്രിയാകാൻ പോകുന്നത് BJP ആണ്. അപ്പോൾ BJP ഉപമുഖ്യമന്ത്രിയായി, നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി വരുന്ന ഇതേ സഖ്യത്തിന് കീഴിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇതിന്റെ തനിയാവർത്തനം ലോക്സഭയിൽ ഉണ്ടായാൽ മാത്രം മതി. അത് കൊടുക്കുന്ന ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് BJPക്ക്.